ആത്തു സക്കാത്ത എന്ന് പറഞ്ഞാൽ സക്കാത്ത് കൊടുക്കുക എന്നല്ല. ആത്ത യു ആത്തി മുആത്ത് എന്ന് പറഞ്ഞാൽ സഹകരിക്കുക എന്നാണ് അർത്ഥം. നമ്മുടെ ഡോക്ടർ ഖമർ സമാൻ, നമ്മുടെ ഖുർആൻ പണ്ഡിതനായ, നമ്മുടെ പ്രസിദ്ധ ഖുർആൻ വാഗ്മിയായ നമ്മുടെ സയ്യിദ് അലി അൻസാരി, അതേപോലെ മുദൂർ അബൂബക്കർ മൗലവി, ഇവരുടെയൊക്കെ ഖുർആൻ ക്ലാസ്സുകൾ നമുക്ക് കാണാം. ആത്ത യു ആത്തി, ആത്ത എന്ന് പറഞ്ഞാൽ കൊടുത്തു എന്ന അർത്ഥം കിട്ടണമെങ്കിൽ രണ്ട് മഫ്ഊൽ വേണം, രണ്ട് കർമ്മം, രണ്ട് ഒബ്ജക്റ്റ് ഉണ്ടെങ്കിലേ കൊടുത്തു എന്നർത്ഥം കിട്ടുള്ളൂ. ഈ വചനത്തിൽ ആകെ ആത്തു സക്കാത്ത എന്ന് പറയുന്ന ഒരൊറ്റ മഫ്ഊലേ ഉള്ളൂ. അവിടെ കൊടുത്തു എന്ന അർത്ഥം പറയാൻ പറ്റില്ല, അവിടെ സഹകരിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. ആത്തായു ആത്തി മുആത്ത് എന്ന് പറഞ്ഞാൽ സഹകരിക്കുക എന്നാണ്. അപ്പോൾ വാത്തു സക്കാത്ത് പറഞ്ഞാൽ സക്കാത്തിനോട് സഹകരിക്കുക, സലാത്തുമായി ബന്ധപ്പെട്ട, ഈ വേദഗ്രന്ഥവുമായി ബന്ധപ്പെട്ട, ഇതിലെ ധാർമ്മിക പാഠങ്ങളുമായി ബന്ധപ്പെട്ട സാംസ്കാരിക പ്രവർത്തനങ്ങളോട് സഹകരിക്കുക എന്നാണ്. അല്ലാതെ 5 നേരം അറബി ഭാഷയിൽ അറേബ്യയിലേക്ക് തിരിഞ്ഞൊരു ബിംബാരാധന നടത്തുക എന്നല്ല. ഇത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് ഇസ്ലാമിൽ നടന്ന ഗുരുതരമായ അട്ടിമറികളുടെ ഏറ്റവും കാതലായൊരു വശമാണിത്. നിങ്ങൾ പരിഭാഷകൾ വായിക്കുമ്പോൾ നിങ്ങൾ കാണും, നിങ്ങൾ നമസ്കരിക്കുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്യുക, നിങ്ങൾ നമസ്കരിക്കുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്യുക. എന്നാൽ അങ്ങനെ ഒരു വചനം ഖുർആനോ നബിയോ പഠിപ്പിച്ചിട്ടില്ല. അത് അറബികൾ, മുആവിയൻ അറബികൾ, അമവി അറബികൾ, ഖുറൈശി അറബികൾ ഇസ്ലാമിൽ തിരികെ കയറ്റിയതാണ്. അങ്ങനെ ഒരു പാഠം ഖുർആനിലില്ല. ആത്തായു ആത്തി മുആത്ത് എന്ന് പറഞ്ഞാൽ സഹകരിക്കുക, സൽക്കർമ്മങ്ങളോട് സഹകരിക്കുക, അതുമായി ബന്ധപ്പെട്ട സാംസ്കാരിക പ്രവർത്തനങ്ങളോട് സഹകരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാഅ വയുഖീമുസ്സലാത്ത വയുത്തുസ്സക്കാത്ത് ദാലിക ദീനുൽ ഖയ്യിമ. അതാണ് എന്നെന്നും നിലനിൽക്കുന്ന ശാശ്വതമായ പ്രത്യയശാസ്ത്രം. അപ്പോൾ ജനാധിപത്യമാണ് എന്നും നിലനിൽക്കുന്ന പ്രത്യയശാസ്ത്രം. ആദ്യം എല്ലാവരും മനസ്സ് നന്നാക്കണം, പിന്നെ അറിവ് നേടണം, കർമ്മം ചെയ്യണം. പിന്നെ അതായത് ശാസ്ത്രത്തോടൊപ്പം നടക്കുക എന്ന് മാത്രമേ ഖുർആൻ പറയുന്നുള്ളൂ. ശാസ്ത്രത്തോടൊപ്പം നടക്കുക എന്ന് മാത്രമാണ്. നിങ്ങൾ അറിവ് നേടുക, ശാസ്ത്രത്തോടൊപ്പം നടക്കുക, കർമ്മം ചെയ്യുക. അതിൻ്റെ ആദ്യപടിയായിട്ട് മനസ്സ് നന്നാക്കുക. ഈ 3 കാര്യം, വിവേകം, വിജ്ഞാനം, കർമ്മം. എന്നാൽ ഇത് 3ഉം ഒരു ഈമാൻ കാര്യമായിട്ടോ ഇസ്ലാം കാര്യമായിട്ടോ ഇസ്ലാമിൻ്റെ അടിസ്ഥാന സ്തംഭമായിട്ടോ പള്ളി മദ്രസകളിലോ അറബിക് കോളേജുകളിലോ പഠിപ്പിക്കുന്നില്ല. പള്ളി മദ്രസകളിലോ അറബിക് കോളേജിലോ പഠിപ്പിക്കുന്നില്ല. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ്. നിങ്ങൾ എവിടെ നിന്ന് ചോദിച്ചാലും നമ്മളതിന് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. നമ്മളത് പറയുകയും ചെയ്യും. ഇത് നിങ്ങൾ ഓരോ സുന്നി മുജാഹിദ് ജമാഅത്ത് മൗലവിമാരെ കാണുമ്പോഴും നിങ്ങൾ ചോദിക്കണം, പരിഭാഷയിൽ ഇങ്ങനെ ഉണ്ടോ മൗലവി ഇങ്ങനെ പരിഭാഷയിലുണ്ടോ, എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ എഴുതി ഇത് നമ്മളോട് പറയാതിരുന്നത് എന്ന് ഇവിടുത്തെ സുന്നികളും മുജാഹിദ് ജമാഅത്ത് പ്രസ്ഥാനങ്ങളിലെ സാധാരണക്കാരൻ ചോദിക്കണം. അപ്പം വഖീമുസ്സലാത്ത വആത്തു സക്കാത്ത എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ വേദഗ്രന്ഥം നിലനിർത്തുകയും ഈ ധാർമ്മിക വ്യവസ്ഥിതിയെ, ഖുർആൻ എന്ന ധാർമ്മിക വ്യവസ്ഥിതിയെ, ഖുർആൻ എന്ന ഭരണഘടനയെ ജീവിതത്തിൽ നിലനിർത്തുകയും അതുമായി ബന്ധപ്പെട്ട സാംസ്കാരിക പ്രവർത്തനങ്ങളോട് സഹകരിക്കുകയും ചെയ്യുക എന്നതിനെ ഇവരെന്താക്കി 5 നേരം അറബി ഭാഷയിൽ അറേബ്യയിലേക്ക് തിരിഞ്ഞൊരു ചടങ്ങ് പ്രാർത്ഥന നടത്തുകയും 2.5% സക്കാത്ത് കൊടുക്കുകയും ചെയ്യുമെന്നാക്കി. എന്നാൽ ഖുർആൻ പറഞ്ഞത് 20% കൊടുക്കാനാണ്. നമ്മളുടെ സമ്പാദ്യത്തിൻ്റെ 20% പാവപ്പെട്ടവർക്ക് വേണ്ടി, യതീമിനും മിസ്കീനിനും, അതേപോലെ ഈ ഭരണഘടനയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവർക്ക് വേണ്ടി കൊടുക്കണമെന്നാണ്. അത് അൽ അൻഫാൽ എന്ന അധ്യായത്തിൽ 8ാമത്തെ അധ്യായത്തിൽ 41ാം വചനത്തിൽ നിങ്ങൾക്ക് കാണാം. വഅലമു അന്നമാ ഗനീംതും മിൻ ഷൈഇൻ എന്ന് പറഞ്ഞിട്ട്, ഗനീമത്ത് സ്വത്ത് അൻഫാൽ എന്നൊക്കെ പറഞ്ഞാൽ യുദ്ധമുതലുകളല്ല, നിങ്ങളുടെ ആർജിത സമ്പാദ്യങ്ങൾ, നിങ്ങൾ നേടിയെടുത്ത സമ്പാദ്യങ്ങളിൽ നിന്ന് അതിൻ്റെ 1/5, അതായത് 20% അള്ളാഹുവിനും റസൂലിനും ഉള്ളതാണെന്നാണ്. അള്ളാഹു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ നമുക്ക് കാണാൻ പറ്റില്ല, അള്ളാഹുവിനെ നമുക്ക് നിർവചിക്കാൻ പറ്റിയിട്ടില്ല. ആകെ അള്ളാഹു എന്ന് പറഞ്ഞ നബി നമുക്ക് തന്നത്, നമ്മുടെ ദൈവദൂതൻ നമുക്ക് തന്നത് ഈ ഖുർആനാണ്, ഈ ഭരണഘടനയാണ്. ഈ അള്ളാഹുവിൻ്റെ ഈ ഭരണഘടന അനുസരിച്ച് ഭരിക്കുന്ന എല്ലാ ജനാധിപത്യ രാഷ്ട്രങ്ങളും ഇസ്ലാമികമാണ്. അത് ഇന്ത്യ ആയാലും പിന്നെ അമേരിക്ക ആയാലും സ്വീഡൻ ആയാലും ഇംഗ്ലണ്ട് ആയാലും ഫ്രാൻസ് ആയാലും ലോകത്തുള്ള എല്ലാ നല്ല ജനാധിപത്യ രാഷ്ട്രങ്ങളുടെയും അടിസ്ഥാനം ഈ 6 ധാർമ്മിക മൂല്യങ്ങളാണ്, ഈ 10 കൽപ്പനകളാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ദൈവം സ്നേഹമാകുന്നു എന്ന വചനമാണ്, അല്ലെങ്കിൽ മാനിഷാദ, അല്ലെങ്കിൽ ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന ആ ഹൈന്ദവ ധർമ്മത്തിൻ്റെ ആകത്തുകയായ വചനമാണ്. അപ്പോൾ അങ്ങനെ ഭരിക്കുന്ന എല്ലാ രാഷ്ട്രങ്ങളും ഇതാണ്, ഇസ്ലാമിക രാഷ്ട്രമാണ്. ഈ ഭരണഘടന അനുസരിച്ച് ഭരിക്കുന്ന ഏതൊരു മുഖ്യമന്ത്രിയും, ഏതൊരു പ്രധാനമന്ത്രിയും, ഏതൊരു രാജാവും, ഏതൊരു പഞ്ചായത്ത് പ്രസിഡൻറ്റും അവരൊക്കെ ഒരു അള്ളാഹുവാണ്. അതാണ് അള്ളാഹു റസൂൽ എന്ന് പറഞ്ഞാൽ. അല്ലാതെ ആകാശത്തിരിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് ഖുർആനും മുഹമ്മദ് നബിയും പഠിപ്പിക്കുന്നില്ല.
ഇതാണ് നിങ്ങളുടെ ഭരണഘടന, യുവർ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇപ്പം അബ്രഹാമിൻ്റെ ഭാഷയിൽ ഇബ്രാഹിം നബിയുടെ, ഇപ്പോൾ ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും നമ്മുടെയൊക്കെ മുസ്ലിങ്ങളുടെയും ഒക്കെ നേതാവായ പിതാമഹനായ അബ്രഹാമിൻ്റെ അറമായ ഭാഷയിൽ, അറമാറ്റിക് ലാംഗ്വേജിൽ അള്ളാഹു എന്ന് പറഞ്ഞാൽ യുവർ കോൺസ്റ്റിറ്റ്യൂഷൻ, നിങ്ങളുടെ മനസ്സാക്ഷി, നിങ്ങളുടെ ഭരണഘടന, യുവർ കോൺഷ്യൻസ് എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മുടെ അള്ളാഹു എന്ന് പറഞ്ഞാൽ ഖുർആനാണ്, അത് നമ്മുടെ ഭരണഘടനയാണ്, അതിവിടെ ഉണ്ട്. ഈ ഭരണഘടന അനുസരിച്ച് ഭരിക്കുന്നവരൊക്കെ ആരാണ്? ഈ ഭരണഘടന അനുസരിച്ച് ഭരിക്കുന്നവരൊക്കെ ഒരു നബിയാണ്. അപ്പോൾ നമ്മളുടെ സമ്പാദ്യത്തിൻ്റെ, നമുക്ക് അള്ളാഹു നൽകിയ ഭരണഘടന നമ്മുടെ മനസ്സും ശരീരവുമായി, നമ്മുടെ വേദം നമ്മിൽ തന്നെയുണ്ട്. നമ്മുടെ കയ്യും കാലും, നമ്മുടെ കർമ്മം ചെയ്യാനുള്ള കഴിവുകൾ, നമ്മുടെ അറിവ് നേടാനുള്ള കഴിവുകൾ, നമ്മുടെ സ്നേഹിക്കാനുള്ള കഴിവുകൾ, ഇതൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഭൂമിയിലൂടെ സഞ്ചരിച്ച് പ്രപഞ്ചമാകുന്ന ഈ ഗ്രന്ഥത്തിൽ നിന്ന്, പ്രപഞ്ചമാകുന്ന അള്ളാഹുവിൻ്റെ ഈ അക്ഷയഗനിയിൽ നിന്ന്, അള്ളാഹുവിൻ്റെ ഈ മഹത്തായ പ്രപഞ്ചത്തിൽ നിന്ന് നമ്മൾ നേടിയെടുത്ത് നമ്മളുണ്ടാക്കിയ എല്ലാ സമ്പത്തിൻ്റെയും 1/5 20% അള്ളാഹുവിൻ പാവപ്പെട്ടവർക്ക് വേണ്ടി മാറ്റിവെക്കണമെന്ന്. അത് അള്ളാഹുവിനും റസൂലിനും കൊടുക്കണമെന്നാണ്. അള്ളാഹുവിനും റസൂലിനും വേണ്ടി നിങ്ങൾ നേടിയെടുത്ത എല്ലാ സമ്പാദ്യങ്ങളിൽ നിന്നും 1/5, അതായത് 20% അത് അള്ളാഹുവിനും റസൂലിനും ഉള്ളതാകുന്നു എന്ന് പറയുന്നുണ്ട്. അല്ലാതെ അത് നബിക്ക് പുട്ടടിക്കാനെന്നല്ല. ഇപ്പോൾ ചില യുക്തിവാദി, ചില നിരീശ്വരവാദികളും ചില നിർമ്മതവാദികളൊക്കെ പറയുന്നുണ്ട് അത് നബിക്ക് പുട്ടടിക്കാനാണ്, നബി കൊള്ളക്കാരനായിരുന്നു എന്നൊക്കെ പറയുന്നത്. ഇത്രയും വളരെ മ്ലേച്ഛമായി പരിഭാഷയിൽ എഴുതി വെച്ചിട്ട് പോലും, ഹദീസ് ഗ്രന്ഥങ്ങളിലൂടെ നബിയെ ഇത്ര വഷളനായി ചിത്രീകരിച്ചിട്ട് പോലും ഇവിടുത്തെ സുന്നി മുജാഹിദ് ജമാഅത്ത് മൗലവിമാർക്ക് ഒരു കുലുക്കവുമില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ വസ്തുത. ഖുർആൻ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാം, വളരെ ആവർത്തിച്ച് ഖുർആൻ പറയുന്നൊരു കാര്യം, വഖീമുസ്സലാത്ത വാത്തു സക്കാത്ത, വഖീമുസ്സലാത്ത വാത്തു സക്കാത്ത. ഡോക്ടർ ഖമറുസമാൻ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ പറയുന്നുണ്ട്, മുത്തുമണികൾ ചിതറിയതുപോലെ നിങ്ങൾക്ക് ഖുർആനിൽ ഒരു വചനം കാണാം. അതെന്താണ്? വഖീമുസ്സലാത്ത വാത്തു സക്കാത്ത. നിങ്ങൾ ഈ വേദഗ്രന്ഥം, ഈ ഖുർആൻ എന്ന ധാർമ്മിക വ്യവസ്ഥിതിയെ ജീവിതത്തിൽ നിലനിർത്തുകയും അതുമായി ബന്ധപ്പെട്ട സാംസ്കാരിക പ്രവർത്തനങ്ങളോട് സഹകരിക്കുകയും ചെയ്യുക എന്നാണ് അതിനർത്ഥം. എന്നാൽ പരിഭാഷയിൽ അവർ എഴുതി വെച്ചത്, നിങ്ങൾ 5 നേരം അറബി ഭാഷയിൽ അറേബ്യയിലേക്ക് തിരിഞ്ഞ് ഒരു ചടങ്ങ് പ്രാർത്ഥന നടത്തുകയും 2.5% സക്കാത്ത് കൊടുക്കുകയും എന്നാണ്. ഇത് രണ്ടും ഖുർആനിലില്ല. ഇത് 5 നേരം അറബി ഭാഷയിൽ അറേബ്യയിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കലാണ് സലാത്ത് എന്നും ഖുർആനിലില്ല. 2.5% സക്കാത്ത് കൊടുക്കലാണ് സക്കാത്ത് എന്നും ഖുർആനിലില്ല. 2.5% പാവപ്പെട്ടവർക്ക് കൊടുക്കലാണ് സക്കാത്ത് എന്നും ഖുർആനിലില്ല. ഇത് രണ്ടും ഖുർആനിലില്ല. എന്നാൽ ഖുർആൻ പറഞ്ഞാൽ എന്താണ്? വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാഅ വയുഖീമുസ്സലാത്ത വയുതു സക്കാത്ത് ദാലിക ദീനുൽ ഖയ്യിമ. ഖുർആൻ വളരെ മനോഹരമായിട്ട് 100 കണക്കിന് സ്ഥലങ്ങളിൽ ഖുർആൻ പറയുന്നുണ്ട് വഖീമുസ്സലാത്ത വാത്തു സക്കാത്ത. അതിൻ്റെ വിശദീകരണമായിട്ട് ഖുർആൻ വേറെ 1-2 സ്ഥലത്ത് പറയുന്നുണ്ട്. മാനവരാശിയോട്, ഒരു സുന്നിയോട്, ഒരു EK സുന്നിയോട്, ഒരു AP സുന്നിയോട്, അല്ലെങ്കിൽ ഒരു മുജാഹിദിനോട്, ജമാഅത്ത് മൗലവിമാരോട്, അല്ലെങ്കിൽ കാദിയാനിയോട്, തബ്ലീഗ് വിശ്വാസിയോട്, ഷിയ മുസ്ലിമിനോട്, ഒരു സുന്നിയോട്, അതേപോലെ ജൂതന്മാരോട്, ക്രിസ്ത്യാനികളോട്, ഹിന്ദുക്കളോട്, എല്ലാവരോടും ഞാൻ ഏകദൈവത്തെ ആരാധിക്കണം എന്നല്ലാതെ, വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ, ഏകദൈവത്തെ ആരാധിക്കണം എന്നല്ലാതെ ഞാൻ വേറൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ്. അതിൻ്റെ വിശദീകരണമായിട്ട് പറയുകയാണ്, 2 കാര്യമേ ഞാൻ അവരോട് അതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുള്ളൂ. എന്താണ്? നിങ്ങൾ ഇഖാമത്തു സലാത്ത്, ഇഖാമത്തുദ്ദീൻ, ഈ ധാർമ്മിക വ്യവസ്ഥിതിയെ ജീവിതത്തിൽ നിലനിർത്തുകയും അതുമായി ബന്ധപ്പെട്ട സാംസ്കാരിക പ്രവർത്തനങ്ങളോട് സഹകരിക്കുകയും ചെയ്യുക. അതുമായി ബന്ധപ്പെട്ട സാംസ്കാരിക പ്രവർത്തനങ്ങളോട് സഹകരിക്കുകയും ചെയ്യണമെന്നല്ലാണ്ട് വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ്. അപ്പോൾ 2 കാര്യം. എന്താണ്? ഇഖാമത്തു സലാത്ത്, ഇഖാമത്തുദ്ദീൻ. എന്താണ് ഈ സലാത്ത് എന്നാൽ? സലാത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഖുർആനിലാകെ 10 കൽപ്പനകളേ ഉള്ളൂ, ഈ 6 ധാർമ്മിക പാഠങ്ങളേ ഉള്ളൂ. അതുതന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, മാ നിഷാദ, അല്ലെങ്കിൽ ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന വചനം, അല്ലെങ്കിൽ ദൈവം സ്നേഹമാകുന്നു എന്ന വചനം. അങ്ങനെ മനസ്സ് നന്നാക്കിക്കൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ? വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാഅ വയുഖീമുസ്സലാത്ത വയുതു സക്കാത്ത്. ഇതിൽ പറയുന്ന ധാർമ്മിക മൂല്യങ്ങൾ നിങ്ങൾ നിലനിർത്തണം. നിങ്ങൾ മനസ്സ് നന്നാക്കണം, അറിവ് നേടണം, കർമ്മം ചെയ്യണം. എന്തൊക്കെയാണ് പറഞ്ഞത്? നിങ്ങൾ കരുണ കാണിക്കുക, അറിവ് നേടുക, സഹായ സഹകരണങ്ങൾ ചെയ്യുക, യാതൊരു വിധത്തിലുള്ള അക്രമവും അനീതിയും ചെയ്യാതിരിക്കുക, എപ്പോഴും സത്യസന്ധനായിരിക്കുക, സഹായ സഹകരണങ്ങൾ ചെയ്യുക. അങ്ങനെ മാനവരാശിയെ ഒരു കുടുംബമായി കാണുക, കിട്ടിയ അനുഗ്രഹങ്ങൾ പങ്കുവെക്കുക.
അനുഗ്രഹങ്ങൾ പങ്കുവെക്കുക, അങ്ങനെ മാനവരാശിയെ ഒരു കുടുംബമായി കാണുക. ഈ സലാത്ത് നിലനിർത്താനും അതുമായി ബന്ധപ്പെട്ട സാംസ്കാരിക പ്രവർത്തനങ്ങളോട് സഹകരിക്കുകയും ചെയ്യൂ എന്നല്ലാതെ വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ്. അതായത് നമ്മുടെ കാരുണ്യ പ്രവർത്തനങ്ങളുടെ പ്രാധാന്യം, സഹായ സഹകരണത്തിൻ്റെ പ്രാധാന്യം, വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം, നീതിന്യായ വ്യവസ്ഥിതിയുടെ പ്രാധാന്യം, ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വരുമ്പോൾ അതിനോട് സഹകരിക്കുക, അതിനെക്കുറിച്ചുള്ള സെമിനാറുകൾ നടത്തുക, അതുമായി ബന്ധപ്പെട്ട സാംസ്കാരിക പ്രവർത്തനങ്ങളോട് സഹകരിക്കുക. ഇതാണ് ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യമാണിത്. അള്ളാഹു ഖുർആൻ എന്ന് പറഞ്ഞാൽ, ഖുർആനും ഹദീസും തമ്മിലുള്ളൊരു വ്യത്യാസം, മറ്റൊരു വ്യത്യാസം, ഖുർആൻ എന്ന് പറഞ്ഞാൽ ജനാധിപത്യമാണ്, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ജനാധിപത്യമാണ്, ഹദീസ് എന്ന് പറഞ്ഞാൽ അറബി ആധിപത്യമാണ്, അറബിസമാണ്. അവിടെ ജനാധിപത്യത്തിന് യാതൊരു സ്ഥാനവുമില്ല. കാരണം നമ്മളൊരു മനുഷ്യനായി കഴിഞ്ഞാൽ, നമ്മൾ മാനവരാശിയെ ഒരു സമൂഹമായി കണ്ടാൽ, നമ്മൾ മനുഷ്യത്വം എന്ന വികാരത്തിൻ്റെ വാക്താവായി കഴിഞ്ഞാൽ, മാനവികതയെ നമ്മുടെ മതമായി കണ്ടു കഴിഞ്ഞാൽ, പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് കാര്യങ്ങൾ അങ്ങനെ നല്ല മനുഷ്യരായി കഴിഞ്ഞാൽ, നല്ല വ്യക്തികളായി കഴിഞ്ഞാൽ, ആ വ്യക്തികളൊക്കെ പാടെ കൂടിയാലോചനയിലൂടെ കാര്യങ്ങൾ തീരുമാനിക്കുക എന്നുള്ളതാണ്. അവരുടെ കാര്യങ്ങൾ അവർക്ക് കൂടിയാലോചനയിലൂടെ, നമ്മുടെ എല്ലാ കാര്യങ്ങളും കൂടിയാലോചനയിലൂടെ തീരുമാനിക്കുക. അതാണ് ജനാധിപത്യം. അത് 2 സ്ഥലത്ത് ഖുർആൻ പറയുന്നുണ്ട്. 2 സ്ഥലത്ത് നിങ്ങൾ കാര്യങ്ങൾ അവരുടെ കാര്യങ്ങളൊക്കെ കൂടിയാലോചനയിലൂടെ, ഒരു മുഷാവറയിലൂടെ തീരുമാനിക്കുന്നതാണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ മനുഷ്യത്വമുള്ളവനാവുക, അങ്ങനെ ജനാധിപത്യം എന്ന മര്യാദകൾ മുറുകെ പിടിക്കുക, അങ്ങനെ മാനവരാശിയെ ഒരു കുടുംബമായി കാണുക, ഇതുമായി ബന്ധപ്പെട്ട സാംസ്കാരിക പ്രവർത്തനങ്ങളോട് സഹകരിക്കുക. അപ്പോൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ജനാധിപത്യമാണ്, ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ അറബി ആധിപത്യമാണ്, അറബിസമാണ്. അതിൽ അറബിസത്തിന് മാത്രമേ പ്രാധാന്യമുള്ളൂ. അവിടെ മനുഷ്യത്വം എന്ന വികാരത്തിനോ മനുഷ്യാവകാശങ്ങൾക്കോ മാനവികതക്കോ ഒരു സ്ഥാനവുമില്ല. അതൊരു ഈമാൻ കാര്യമായിട്ടോ ഇസ്ലാം കാര്യമായിട്ടോ പഠിപ്പിക്കുന്നില്ല. അല്ലാതെ മനുഷ്യത്വത്തെ തീരെ പരിഗണിക്കുന്നില്ല എന്നല്ല,